ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം. ഈ കൃതി എങ്ങനെ ശരിയായി ജപിക്കാം? തെറ്റുകൂടാതെ ആലപിക്കാനും പദച്ഛേദം ചെയ്ത് അതിൻ്റെ ഭാവാർത്ഥം മനസ്സിലാക്കി ദൈവത്തെ ധ്യാനിക്കാനും ഈ വീഡിയോ സമർപ്പിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർക്കായി അത്യന്തം ലളിതമായ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചതാണ് ദൈവദശകം എന്ന അദ്വൈത മന്ത്രം. മഹത്തായ പ്രപഞ്ച സത്യത്തെയും സനാതനധർമ്മത്തെയും ഈശ്വര സങ്കല്പത്തെയും ഇത്ര ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച മറ്റൊരു മന്ത്രം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ സാർത്ഥകത ആത്മീയ ബോധത്തിലൂടെയാണ് സമ്പൂർണമാകുന്നത്. ദൈവസ്മരണയും ആത്മപരിശുദ്ധിയും മനുഷ്യനെ ഉന്നതമായ മാനവികതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ശക്തികളാണ്. അത്തരം ആത്മീയ ചിന്തകളുടെ സാരസമ്പുഷ്ടമായ സമാഹാരമാണ് ദൈവദശകം. ദൈവത്തോടുള്ള സമർപ്പണവും പ്രാർത്ഥനാഭാവവും നിറഞ്ഞ ഈ ദശകം മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നു. ലളിതമായ ഭാഷയിൽ ഗൗരവമുള്ള ആശയങ്ങളുമായി ഈ കൃതി ആത്മീയതയുടെ ദീപ്തപ്രകാശം ഓരോ ഹൃദയത്തിലും പകർന്നു നൽകുന്നു. ദൈവദശകത്തിലെ ഓരോ വരിയും മനുഷ്യനെ ആത്മപരിശോധനയിലേക്കും ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്കും നയിക്കുന്ന പ്രാർത്ഥനയാണ്. ജീവിതയാത്രയിൽ മാർഗദർശകമായി ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമായി ഈ കൃതി വായനക്കാർക്ക് അനുഭവപ്പെടും. ഈ ദൈവസ്മരണാപൂർണമായ കൃതി വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഭക്തിയും ശാന്തിയും ആത്മബോധവും വളർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദൈവദശകം സ്നേഹപൂർവം സമർപ്പിക്കുന്നു. ശ്രീനാരായണീയരായ സകലരും ഒരു പ്രാർത്ഥന പോലെ ദിവസേന ഉരുവിടുന്ന ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഗുരുദേവൻ ഉദ്ദേശിച്ച ഉന്നമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ ഫലപ്രാപ്തിയും അപ്പോൾ ആണ് ലഭിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ മന്ത്രവും സാധാരണക്കാരായ നമ്മൾക്ക് തെറ്റുകൂടാതെ ജപിക്കാനും പദച്ഛേദം ചെയ്ത് അതിൻ്റെ ഭാവാർത്ഥം മനസ്സിലാക്കി ദൈവത്തെ ധ്യാനിക്കാനും ഈ വീഡിയോയിലൂടെ അഭ്യസിക്കാവുന്നതാണ്. മന്ത്രം 1. ഈ മന്ത്രത്തിൻ്റെ സമാഹാരം ഇപ്രകാരമാണ്. ഭഗവാൻ തൻ്റെ തൃക്കാലാകുന്ന തോണിയിൽ കയറ്റി അവിടുന്ന് തന്നെ കടത്തുകാരനായി ഞങ്ങളെ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോകാതെ അപുനരാവർത്തി രൂപമായ മോക്ഷമെന്ന പരമപദത്തിൽ എത്തിക്കുമാറാകണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. ഈ മന്ത്രം തെറ്റുകൂടാതെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാത് ഇങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഈ ശ്ലോകത്തിൽ കൈവിടാത് ഇങ്ങ് എന്നാണ് ശരി, ഇന്ന് എന്നല്ല. ഈ മന്ത്രത്തിൻ്റെ പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഇതിലടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. ദൈവമേ, സ്വയം പ്രകാശിക്കുന്ന
തത്വമായുള്ളവനെ, അങ്ങ്, അവിടുന്ന് ഞങ്ങളെ, എന്നെയും എന്നോട് കൂടിയുള്ളവരെയും ഇങ്ങ് കൈവിടാതെ ഇവിടെ, അതായത് ദുഃഖമയമായ ഈ ലോകത്തിൽ അവിടുത്തെ രക്ഷാഹസ്തം വേർപെടുത്തി പരിത്യജിക്കാതെ കാത്തുകൊള്ളുക, സദയം രക്ഷിക്കണം. നീ, അവിടുന്ന് ഭവാപ്തിക്ക് നാവികൻ, ഭവമാകുന്ന, അതായത് ജനനമരണ രൂപമായ സംസാരമാകുന്ന അബ്ദിക്ക്, അതായത് കടലിനെ, അതായത് കടൽ കടത്തി വിടുന്നതിന് പോന്നവനായ നാവികൻ ആകുന്നു. നിൻ പദം, നിന്റെ, അതായത് അവിടുത്തെ പദം, തൃക്കാൽ, ആവിവൻ തോണി, ആവി കൊണ്ടോടുന്നതും വലുതുമായ തോണിയാകുന്നു. അടുത്തത് മന്ത്രം 2, അതിൻ്റെ ഉള്ളടക്കം. ഈ പദ്യത്തിൽ സാധകൻ തൻ്റെ മനസ്സ് ദൈവത്തെക്കുറിച്ചുള്ള അനുധ്യാനത്തിൽ യാതൊരു ചാഞ്ചല്യവും കൂടാതെ വർത്തിക്കുമാറാകണേ എന്ന് അവിടുത്തോട് തന്നെ, അതായത് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ മന്ത്രം തെറ്റുകൂടാതെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇവിടെ ചിലർ നിന്നിൽ ആസ്പന്ദമാകണം എന്നാണ് ചൊല്ലാറുള്ളത്. ഇത് നിന്നിൽ അസ്പന്ദമാകണം എന്നാണ് ഇവിടെ ചൊല്ലേണ്ടത്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം എന്തെന്ന് നോക്കാം. ഒന്നൊന്നായി, ഓരോന്നായി, എണ്ണി എണ്ണി, പിന്നെയും പിന്നെയും എണ്ണിയിട്ട്, തൊട്ടെണ്ണും പൊരുൾ, ഓരോന്നിലും ചക്ഷുന്ദ്രിയത്തെ യോജിപ്പിച്ച് എണ്ണപ്പെടുന്ന വസ്തുക്കൾ. ചക്ഷുന്ദ്രിയം എന്ന പദത്തിൻ്റെ അർത്ഥം കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയമായ കണ്ണിനെ അല്ലെങ്കിൽ ദൃഷ്ടേന്ദ്രിയത്തെ. ഒടുങ്ങിയാൽ, അവസാനിച്ചാൽ, നിന്നിടും ദൃക്കുപോൽ, നിൽക്കുമാറുള്ള ദൃക് എന്ന പോലെ, ഉള്ളം, എൻ്റെ മനസ്സ്, നിന്നിൽ, അല്ലയോ ദൈവമേ, അവിടുത്തെ നേർക്ക് അസ്പന്ദമാകണം, അല്പം പോലും ഇളക്കം വരാത്തതായ നിലയിൽ ദൃഢമായ ധ്യാനത്തിന് കരുത്തുള്ളതായി തീരണം. അടുത്തത് മന്ത്രം 3, അതിൻ്റെ ഉള്ളടക്കം. ഈ പദ്യത്തിൽ തങ്ങളുടെ യോഗക്ഷേമം നിർവഹിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തോട് അവിടുന്ന് ഏകനും അദ്വിതീയനും ആണെന്നും അവിടുന്ന് മാത്രമേ ഞങ്ങളുടെ നാഥൻ എന്നുള്ള സ്ഥാനം അർഹിക്കുന്നുള്ളൂ എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ മന്ത്രം തെറ്റുകൂടാതെ എങ്ങനെയാണ് ജപിക്കേണ്ടത്
എന്ന് നോക്കാം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം എന്തെന്ന് നോക്കാം. അന്നവസ്ത്രാദി, അന്നം, വസ്ത്രം എന്ന് തുടങ്ങിയവ ഒക്കെയും മുട്ടാതെ തന്ന് യാതൊരു മുടക്കവും വരുവാൻ ഇടയാകാതെ രക്ഷിച്ചു, എന്തെല്ലാമുണ്ടോ അതിനെയൊക്കെയും വഴി പോലെ കാത്ത് ഞങ്ങളെ ധന്യരാക്കുന്ന, ഞങ്ങളെ കൃതകൃത്യരാക്കുന്ന നീ ഒന്നു തന്നെ, അവിടുന്ന് ഒരുവൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ. സോദരഭാവത്തിൽ സുഘടിതരായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ. മന്ത്രം 4, അതിൻ്റെ ഉള്ളടക്കം. ഒരു ദൃഷ്ടാന്തത്തിലൂടെ നാനാത്വം വാസ്തവികമല്ലെന്നും അദ്വിതീയമായ ഏകത്വമാണ് പുരുഷാർത്ഥ സാധകമായ ബോധമെന്നും മഹാഗുരു ഈ പദ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ മന്ത്രം തെറ്റുകൂടാതെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ഈ ശ്ലോകത്തിൽ നീയും എന്ന് ഉള്ളിലാകണം എന്ന് വ്യക്തമായി ചൊല്ലണം. നീയും എന്നുള്ളിലാകണം എന്നല്ല. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം എന്തെന്ന് നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ, സമുദ്രവും ഒന്നിനുമേൽ ഒന്നായി ഉണ്ടായി മറയുന്ന തിരയും അവിടുത്തെ പ്രസരിക്കുന്ന കാറ്റും അഗാധയും എങ്ങനെയാണോ അഭേദമായിരിക്കുന്നത് അതുപോലെ ഞങ്ങളും, അവിടുത്തോട് പ്രാർത്ഥിക്കുന്നവരായ ഈ ഉള്ളവരും, മായയും, മായ എന്നത് പ്രപഞ്ചത്തിൻ്റെ കാരണമെന്ന നിലയിൽ കൽപ്പിതമായ പര എന്ന ശക്തിയാണ്. നിൻ മഹിമയും, അവിടുത്തെ മഹത്വവും, നീയും അവിടുന്നും, അതായത് ദൈവവും എന്ന് ഉള്ളിലാകണം. എങ്ങനെയാണോ ആദ്യത്തെ 4 തത്വത്തിൽ അഭേദമായിട്ടിരിക്കുന്നത്, അതേ മട്ടിൽ രണ്ടാമത് പ്രതിപാദിച്ച 4 സർവദാ അഭേദമായുള്ളവയാണെന്നുള്ള തത്വം അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് മനസ്സിലാകണം. അഥവാ ഇവയൊക്കെയും എൻ്റെ ബോധമണ്ഡലത്തിൽ തെളിഞ്ഞ് എനിക്ക് മനസ്സിലാകണം. അടുത്ത മന്ത്രത്തിൻ്റെ ഉള്ളടക്കം. മന്ത്രം 5. ജഗത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ട്. അവയിൽ
അദ്വൈതികൾ അവലംബിച്ചിട്ടുള്ളതാണ് ഈ പദ്യത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മന്ത്രം തെറ്റുകൂടാതെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇതിൽ സൃഷ്ടാവ് എന്ന് ചൊല്ലുമ്പോൾ ഗുരു എഴുതിയത് സ്രഷ്ടാവ് എന്നാണ്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം എന്തെന്ന് നോക്കാം. ദൈവമേ നീയല്ലോ സൃഷ്ടിയും. അല്ലയോ ദൈവമേ, അവിടുന്ന് ഒരുവൻ മാത്രമേ പരമാർത്ഥിക സത്യമായി ഉള്ളുവെന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നു. ഈ ജഗത്ത് മുൻപ് ഇല്ലാതിരുന്ന് ഉണ്ടായതാണ്. മേലിൽ ഇത് ഇല്ലാതാവുകയും ചെയ്യും. ദൈവമേ നീയല്ലോ സ്രഷ്ടാവായതും. ദൈവമേ സൃഷ്ടിച്ചവനും അവിടുന്ന് തന്നെ ആണല്ലോ. ദൈവമേ സൃഷ്ടിജാലവും നീയല്ലോ. ദൈവമേ സൃഷ്ടികളുടെ ജാലവും അവിടുന്ന് തന്നെയാണല്ലോ. അതായത് സൃഷ്ടിക്കപ്പെട്ടവയുടെ കൂട്ടവും അവിടുന്ന് തന്നെയാണല്ലോ. അല്ലയോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. പ്രപഞ്ചമാകുന്ന കാര്യത്തിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെയും ദൈവം തന്നെയാണെന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് യാതൊന്നാണോ സൃഷ്ടിക്കപ്പെടേണ്ടത് അതാണ് ഇവിടെ സൃഷ്ടി എന്ന പദം കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാര്യമെന്ന് അർത്ഥം. ഘടമാകുന്ന കാര്യത്തിന് എന്തെല്ലാമാണോ കാരണമെന്ന നിലയിൽ, അതായത് റോ മെറ്റീരിയൽസ് വേണ്ടത്, അതുതന്നെയാണ് ഇവിടെ സാമഗ്രി എന്ന പദം കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് മന്ത്രം 6. അതിൻ്റെ ഉള്ളടക്കം. ഇതിൽ പ്രതിപാദിക്കുന്നത് പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമായ ശക്തിയാകുന്ന മായയും ആ മായയോട് കൂടിയ മായാവിയും മായയാകുന്ന വിനോദത്തോടു കൂടിയവനും ആ മായയെ പാടെ മാറ്റി ഞങ്ങൾക്ക് അവിടുത്തോട് സായുജ്യം നൽകുന്ന, അതായത് മോക്ഷം നൽകുന്ന, ജ്ഞാനോപദേശം ചെയ്യുന്ന ആര്യനും അവിടുന്ന് തന്നെയാണെന്നാണ് ഈ പദ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുവാര്യനും. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഓരോ പദങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. നീ ദൈവം. ദൈവമേ നീയല്ലോ. ദൈവമേ അവിടുന്നൊരുവൻ മാത്രമാണ്. മായയും പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമായ ശക്തിയും, മായാവിയും
മായയോട് കൂടിയവനും മായാവിനോദനും മായയാകുന്ന വിനോദത്തോട് കൂടിയവനും. ദൈവമേ, മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും നീയല്ലോ. ദൈവമേ, യാതൊന്നാണോ ആത്മാവിന് ജീവഭാവം ഉളവാക്കി സംസാരത്തിൽപ്പെട്ടുള്ള അവസ്ഥ വരുത്തിയത്, യാതൊന്ന് നീങ്ങിയാലാണോ ആ ജീവൻ തൻ്റെ യാഥാർത്ഥ്യം ധരിച്ച് മുക്തനാകുന്നത്? ആ മായയെ പാടെ മാറ്റി ഞങ്ങൾക്ക് അവിടുത്തോട് സായുജ്യം നൽകുന്ന, അതായത് മോക്ഷം അല്ലെങ്കിൽ ഐക്യം നൽകുന്ന ജ്ഞാനോപദേശം ചെയ്യുന്ന ആര്യനും അവിടുന്ന് തന്നെയാണല്ലോ. അടുത്ത മന്ത്രം 7. ഇതിൻ്റെ ഉള്ളടക്കം: ദൈവമേ, പ്രമാണഭൂതമായ വേദവും പ്രമേയ രൂപമായ ബ്രഹ്മവും ബോധ്യബോധകങ്ങളുടെ അഭേദോപചാരത്താൽ ഏകമാണെന്ന് കൽപ്പിതമായിരിക്കുന്നു. മന്ത്രം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയുമോർക്കിൽ നീ. ഈ പദ്യത്തിൽ ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ചൊല്ലേണ്ടതാണ്. ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ചൊല്ലുന്നത് തെറ്റാണ്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം ഇപ്രകാരമാണ്. നീ ദൈവം, നീ സത്യം. ദൈവമേ, അവിടുന്ന് സത്യസ്വരൂപനാകുന്നു. നീ ജ്ഞാനം. ദൈവമേ, അവിടുന്ന് ജ്ഞാനസ്വരൂപനാകുന്നു. നീ ആനന്ദം. അല്ലയോ ദൈവമേ, അവിടുന്ന് ആനന്ദസ്വരൂപനാകുന്നു. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. ദൈവമേ, അവിടുന്ന് തന്നെയാണല്ലോ വർത്തമാനം, ഭൂതം, ഭാവി എന്നിവയും. ഓർക്കിൽ ഓതും മൊഴിയും വേറല്ല നീ. ആലോചിച്ച് നോക്കിയാൽ ഓതുന്ന മൊഴിയും നീ, അതായത് അവിടുന്ന് തന്നെയാണ്. അടുത്ത മന്ത്രം 8. ഇതിൻ്റെ ഉള്ളടക്കം: ഇവിടെ ദൈവത്തിൻ്റെ പദ എന്നതുകൊണ്ട് ദൈവമായുള്ള നിലയാണ് നിർദ്ദിഷ്ടമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദത്തിനുള്ള മഹിമ എല്ലാത്തിൻ്റെയും ഉള്ളിലും അതേസമയം തന്നെ അവയ്ക്ക് പുറമേയും ഉണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പദത്താൽ അവിവ്യാപ്തമല്ലാതെ യാതൊന്നുമില്ലെന്നും അവയൊക്കെയും ദൈവത്തിൻ്റെ വിഭൂതികൾ മാത്രമാണെന്നും തെളിയുമല്ലോ. ഭഗവാനെ, ഐശ്വരാദികളായ ഷഡ്ഗുണങ്ങൾ തികഞ്ഞുള്ള നിലയുള്ളവനെ, അവിടുന്ന് സർവോത്കർഷേണ വർദ്ധിച്ചാലും സർവോത്കർഷേണ ജയിച്ചാലും. മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് നോക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ, അങ്ങ് ഭഗവാനെ ജയിക്കുക. ഈ ശ്ലോകത്തിൽ പുകഴ്ത്തുന്നു ഞങ്ങൾ, അങ്ങ് ഭഗവാനെ ജയിക്കുക എന്നാണ് ചൊല്ലേണ്ടത്.
ഞങ്ങൾ അങ്ങ് എന്ന് ഒറ്റ വാക്കിൽ ചൊല്ലരുത്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം ഇപ്രകാരമാണ്. ഞങ്ങൾ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു. ഞങ്ങൾ അകവും പുറവും തിങ്ങുന്നതായ മഹിമാവോടു കൂടിയ നിൻപദത്തെ, അതായത് അവിടുത്തെ സ്ഥാനത്തെ സർവോത്തരമായി വാഴ്ത്തുന്നു. ഭഗവാനെ അങ്ങ് ജയിക്കുക. ഭംഗം, അതായത് ഐശ്വര്യാദികളായ ഷഡ്ഗുണങ്ങൾ തികഞ്ഞുള്ള നിലയിലുള്ളവനെ അവിടുന്ന് ജയിച്ചാലും സർവോത്കർഷേണ വർത്തിച്ചാലും. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, നിസ്സംഗത്വം എന്നിവയാണ് ഷഡ്ഗുണങ്ങൾ, അതായത് 6 ഗുണങ്ങൾ. അടുത്ത മന്ത്രം 9. ഇതിൻ്റെ ഉള്ളടക്കം: ഈ പദ്യത്തിൽ ജയിക്കുക എന്നുള്ള ആശംസ 3 പ്രാവശ്യം പ്രയുക്തമായിരിക്കുന്നു. അങ്ങ് എന്നുള്ള കർത്തൃപദം അധ്യാഹരിക്കണം. മഹാദേവൻ ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും വന്ധ്യനായ പരമാത്മാവ് തന്നെയാണ്. ദീനന്മാരെ അവനം ചെയ്യുന്നതിൽ, അതായത് രക്ഷിക്കുന്നതിൽ ഏറ്റവും തൽപരനാണെന്ന് പ്രതിപാദിക്കുന്ന ദീനാവന പരായണ എന്ന സമ്പുദ്ധി ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്തെ വ്യഞ്ജിപ്പിക്കുന്നു. മന്ത്രം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഇതിൽ ദീനാവനപരായണ എന്നതിന് പകരം ദീന അവനപരായണ എന്ന് തിരിച്ചു ചൊല്ലണം. വനം അല്ല, അവനം എന്ന് ആണ് അറിയേണ്ടത്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. ജയിക്കുക മഹാദേവ ദീനാ അവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. പദങ്ങളുടെ അർത്ഥം: മഹാദേവ, മഹാനായ ദേവനായുള്ളവനെ. ഇവിടെ വിശേഷണമായ മഹത് പദത്തിന് പൂജ്യമാൻ എന്നാണ് അർത്ഥം. അതായത് എല്ലാവർക്കും ഒരുപോലെ ആദരിക്കത്തക്ക നിലയാണ് അവിടത്തേക്കുള്ളത് എന്നാണ് അർത്ഥം. ദീനാ അവനപരായണ, ദീനന്മാരെ, അതായത് ക്ഷയിച്ചവരെ, യാതൊരു ഗതിയുമില്ലാതെ വലയുന്നവരെ അവനം ചെയ്യുന്നതിൽ, അതായത് രക്ഷിക്കുന്നതിൽ, പരായണൻ, അതായത് തൽപരൻ ആയുള്ളവനെ, ചിദാനന്ദ, ചിത്തും ആനന്ദവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനെ, ദയാസിന്ധോ, ദയയ്ക്ക്, അതായത് കരുണയ്ക്ക് സിന്ധുവായുള്ളവനെ. സിന്ധു, അതായത് സമുദ്രം എങ്ങനെ ജലനിരപ്പിന് ഇരിപ്പിടമായിരിക്കുന്നുവോ അതുപോലെ ഭഗവാനെ ദയയ്ക്ക് നിത്യവും പൂർണ്ണവുമായ ഇരിപ്പിടമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അവിടുന്ന് ജയിക്കുക, അവിടുന്ന് സർവോത്കർഷേണ വർത്തിച്ചാലും. അടുത്ത മന്ത്രം, മന്ത്രം 10. ഇതിൻ്റെ ഉള്ളടക്കം: സുഖം ആത്മാവിൻ്റെ സ്വരൂപ ലക്ഷണമാണല്ലോ. ജനന മരണാത്മകമായ സംസാരത്തിൽ നിന്നും അപുനരാവൃത്തി രൂപമായ മോക്ഷം
സംസിഗ്ധമാവുക എന്നത് തന്നെയാണ് ആത്മാവിൻ്റെ സുഖസ്വരൂപത. അദ്വൈത സിദ്ധാന്ത പ്രകാരമുള്ള ബ്രഹ്മാത്മൈക്യമത്രേ പ്രകൃതിയിൽ ആശംസിക്കപ്പെട്ടിരിക്കുന്നത്. മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് നോക്കാം. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇതിൽ നിൻമഹസ്സാം ആഴിയിൽ എന്ന് വ്യക്തമായി ചൊല്ലണം. മാഴിയിൽ എന്ന് ചൊല്ലരുത്. പദങ്ങൾ എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് നോക്കാം. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓരോ പദങ്ങളുടെയും അർത്ഥം ഇപ്രകാരമാണ്. അല്ലയോ ദൈവമേ, ഞങ്ങളാകവേ, അല്ലയോ ദൈവമേ, ഞങ്ങളെല്ലാവരും തന്നെ, അതായത് ഞങ്ങൾ ഒട്ടുക്കും ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ, ആഴമേറുന്ന നിൻ മഹസ്സാകുന്ന ആഴിയിൽ, നിൻ മഹസ് നിന്റെ തേജസ്, ദൈവത്തിൻ്റെ മഹസിനെ ആഴിയായി രൂപണം ചെയ്തിരിക്കുന്നു. ആഴണം, ആഴുമാറാകണം, നല്ലതുപോലെ മുങ്ങണം. നിത്യം വാഴണം, എന്നെന്നും വാഴുമാറാകണം, അതായത് നിത്യജീവിതം നയിക്കുമാറാകണം. വാഴണം, സുഖം വാഴണം, സുഖമായി വാഴുമാറാകണം. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.